ഹലോ ട്രേഡേഴ്സ്, ഇന്ന് ഫെബ് 18 ചൊവ്വാഴ്ചയാണ്. അപ്പം ഇന്നലത്തെ മാർക്കറ്റിന്റെ ക്ലോസിങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡേ ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലെ മോർണിംഗ് തൊട്ടുണ്ടായിരുന്ന ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നിടം വരെ കണ്ടിന്യൂ ചെയ്തു. അതായത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അൾട്രാ ബുള്ളിഷ് ക്ലോസിംഗ് ആണ്. ഇന്നലത്തെ ഒരു മാർക്കറ്റിന്റെ റേഞ്ച് വെച്ചിട്ട് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല ബുള്ളിഷ് ക്ലോസിംഗ് ആണ്. അതായത് ഡേ ഹൈ തന്നെയാണ് അതിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയല്ല, മാർക്കറ്റ് ഇപ്പൊ ഇന്നലെ ഈ ഒരു ലെവൽ വന്നപ്പോഴത്തേനും തൊട്ട് തലേദിവസം ഈ ഒരു ലെവൽ വന്നപ്പോഴത്തേനും ചെറിയൊരു ഫോൾ എൻഡ് ഓഫ് ദ നടന്നു. പക്ഷെ ഇന്നലെ വീണ്ടും ആ ലെവൽ വന്നപ്പോഴത്തേനും അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ആ ലെവലിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റി. അതായത് ഇന്നലെ തൊട്ട് തലേദിവസത്തെ ആ ഒരു ഫോള് ഈ ലെവലിൽ നിന്ന് വീണ്ടും വന്നില്ല ഇന്നലെ. അപ്പം അതുകൊണ്ട് ഇന്നലത്തെ ക്ലോസിംഗ് നമുക്ക് ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും മാർക്കറ്റ് അത് ഇന്ന് ആ ഒരു ബുള്ളിഷ് മൊമെന്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ട്രാപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്ത്. നമുക്ക് അതുകൊണ്ട് ഇന്നലത്തെ ഈ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് വെച്ചിട്ട് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും അത് എവിടെയൊക്കെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു സിനാറിയോസ് നമുക്ക് നോക്കാം. അപ്പം ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഡേ ഹൈ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് സപ്പോസ് ഈ PDH ടച്ച് ചെയ്തുകൊണ്ട് ഒരു ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ നിങ്ങൾ ചാടിക്കയറി അന്നേരെ ഇവിടുന്ന് പുട്ട് ഓപ്ഷൻ മേടിക്കരുത്. ആ റെഡ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്ത ക്യാൻഡിലിന് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ഈ ഒരു ഓപ്പൺ റെഡ് ക്യാൻഡിലിന്റെ ലോ SL ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വേണം, എന്നിട്ട് ആ സെല്ലിംഗ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. അതായത് ഇന്നലെ നമുക്കറിയാം, അതായത് ക്ലോസിംഗ് ബുള്ളിഷ് ആണ്, ക്ലോസിംഗ് എന്ന് പറയുന്നത് ഡേ ഹൈയിലാണ്. അപ്പം ഇന്നലത്തെ ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഒരു ഓപ്പൺ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് അതിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു മൊമെന്റം ഇന്നും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഇൻ കേസ് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആണ്, അതിനുശേഷം അതിന് താഴെയായിട്ട് വീണ്ടും അടുത്ത റെഡ് ക്യാൻഡിൽ വരികയാണെങ്കിൽ ചാടിക്കറി എന്നൊരു പുട്ട് ഓപ്ഷൻ മേടിക്കരുത്. കാരണം ഇവിടുന്ന് നമുക്ക് ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 22,875 എന്ന് പറഞ്ഞൊരു ലെവൽ സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അതായത് ഓപ്പണിങ്ങിൽ ഈ ഒരു ലെവലിൽ നിന്ന് റിജക്ഷൻ വന്നിട്ട് അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം കുറെ നേരം ട്രൈ ചെയ്തിട്ട് വീണ്ടും അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ആ ലെവല് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ സപ്പോർട്ട് ആയിട്ടാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു PDHനും ഈ ഒരു പ്രീവിയസ് സിംഗിൾ ലോയ്ക്കും ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പം ഒരു അരമണിക്കൂറെങ്കിലും മാർക്കറ്റിന് ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് SL ആക്കി ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കോൾ ഓപ്ഷൻ നമുക്ക് ട്രൈ ചെയ്യാം. ഇൻ കേസ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു 22,875 എന്ന് പറഞ്ഞ ലെവലിന് താഴെയാണെങ്കിൽ കെയർഫുൾ ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ താഴെയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് വീണ്ടും താഴോട്ട് ഈ ഒരു PDയിൽ വരെ വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു റീജിയനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു ബിയറിഷ് മോഡിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റിന് ഇന്ന് മുകളിലോട്ട് പോകണമെങ്കിൽ ഐദർ നമുക്ക് PDHന് മുകളിലായിട്ട് ഓപ്പൺ ചെയ്യണം. അതായത് ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കാണും നിങ്ങൾക്ക് ഇവിടെ. അപ്പം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ലെവലിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഒരു ബിയറിഷ് ആയിട്ട് ഒരു ബുള്ളിഷ് ഒരു സെന്റിമെന്റ് മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യും. ഇൻ കേസ് ഇപ്പം ഈ ഒരു ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പം ഈ ഒരു ലെവലിന് മുകളിൽ ഇവിടെയായിട്ടും കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെല്ലിംഗ് ലെവലാണിത്. അതായത് ഈ ഒരു ലെവലിനാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവലിൽ ഒരു ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിങ് ഒരു PDH വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ ഇന്നലത്തെ ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടെ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഒന്ന് വരച്ചിട്ടേക്കണം. ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. അതായത് ഈ ഒരു ലെവലിലൊക്കെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കുന്നില്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഈ സപ്പോർട്ട് എടുത്ത് വീണ്ടും ഇവിടെ വന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുണ്ട്. അപ്പം
നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ മാർക്കറ്റിന്റെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലെവലുകൾ വെച്ചിട്ട് ഓപ്പണിങ് എവിടെയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് വെച്ചിട്ട് മാത്രം എൻട്രി എടുക്കുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സിനാരിയോസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം മാർക്കറ്റ് ഇന്ന് ഇപ്പോൾ സപ്പോസ് PDL താഴെയാണ് മറ്റേ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു അൾട്രാ ബിയറിഷ് മോഡലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പം അതുകൊണ്ട് PDL താഴെയുള്ള ഒരു ഓപ്പണിംഗ് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അവിടെ ചാടി കയറി യാതൊരു കാരണവശാലും ഒരു എൻട്രി എടുക്കരുത്. കാരണം മാർക്കറ്റ് വീണ്ടും താഴോട്ട് എത്രമാത്രം പോകുന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് PDL താഴെയുള്ള ഒരു ഓപ്പണിംഗ് വളരെ കെയർഫുൾ ആയിരിക്കണം, ഒഴിവാക്കുക, ഒരു എൻട്രി എടുക്കാതെ മാറി നിൽക്കുക. ഈ ഒരു ലെവലിനകത്താണെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ഇന്ന് ഇതിനകത്ത് ചിലപ്പം ഒരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ലെവലിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിക്കും. ബാങ്ക് നിഫ്റ്റിക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ചില നിഫ്റ്റിയുടെ സെയിം ക്ലോസിംഗ് പാറ്റേൺ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിക്ക്. അതായത് ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ഹൈക്ക് അടുത്ത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഓപ്പണിംഗ് ഇപ്പൊ ഞാൻ പറഞ്ഞ നിഫ്റ്റിയുടെ അതേപോലെ തന്നെ പാറ്റേൺസ് ആണ്. അതായത് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവലിൽ ബാങ്ക് നിഫ്റ്റിയും ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കും ഇവിടെ നിന്ന് കയറി പോകാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട്. അപ്പൊ ഒരു അരമണിക്കൂറെങ്കിലും ഈ പറഞ്ഞ 49,027 ഈ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്യണം. ഈ ലെവലിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയെങ്കിലും ഈ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും മുകളിലോട്ട് കയറി പോകാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഇൻ കേസ് ബാങ്ക് നിഫ്റ്റിയും ഈ ലെവലിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവൽ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ലെവലിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ PDL വരെ വരാനുള്ള പോസിബിലിറ്റി നല്ലതായിട്ട് ഉണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് PDL താഴെയുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് വളരെ കെയർഫുൾ ആയിരിക്കണം. രാവിലത്തെ ഉള്ള എൻട്രികളൊക്കെ ഒഴിവാക്കുക. ഇൻ കേസ് ബാങ്ക് നിഫ്റ്റിയും ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റി സപ്പോസ് ഇപ്പം ഈ ലെവലിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് ബാങ്ക് നിഫ്റ്റി ഞാനിപ്പോൾ ഈ ലെവൽ എന്ന് വരയ്ക്കാം, ഈ ലെവൽ മാർക്ക് ചെയ്യാം. അതായത് 49,486 അല്ലെങ്കിൽ 49,500 എന്ന് റൗണ്ട് ചെയ്തു. ഈ 49,500 എന്ന് പറഞ്ഞ ലെവലിന് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഒരു ബുള്ളിഷ് ഒരു മൊമെന്റം നമുക്ക് രാവിലെ എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലെവലുകൾ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാർക്കറ്റിൽ ഇന്നത്തെ ഓപ്പണിംഗ് എവിടെയാണെന്ന് നോക്കി നിങ്ങളുടെ രാവിലത്തെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.